നമ്മളിന്ന് എവിടെ പോണേ? അങ്ങനെയല്ല, നമ്മള് സുഭാഷ് പാർക്കിൽ പോവാം. യെസ്. ആരൊക്കെ പോണേ? അച്ഛനില്ല, മനു അനമ്മ. അപ്പൊ നമുക്ക് സുഭാഷ് പാർക്കിൽ കാണാം. ഓക്കെ, അപ്പം നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മുടെ സുഭാഷ് പാർക്കിൽ ഹോർത്തൂസം പറഞ്ഞിട്ട് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ സൺഡേ തന്നെ ഇറങ്ങിയേക്കാമെന്ന് കരുതി. കുറച്ച് നേരമായിട്ട് ഓട്ടോ ചേട്ടൻ താഴെ വെയിറ്റിങ്ങിലാണ്. നമ്മൾ ഊബർ എടുത്തിട്ടാണ് പോണത്. വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്നതുകൊണ്ട് ഓട്ടോക്കാരൻ വന്ന് നിന്ന് വെയിറ്റ് ചെയ്തത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. മനു ഇങ്ങനെ ആലോചിക്കുകയാണ് പാർക്കിലേക്കാണെന്ന് പറഞ്ഞിട്ട് ടേക്ക് കെയറിൽ കൊണ്ട് ആക്കാൻ പോകണം ദൈവമേ എന്നാണ് ആലോചിക്കുന്നതാണ് തോന്നണത്. സൺഡേ ആണെങ്കിലും റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്നിറങ്ങിയത് തന്നെ മനുവിൻ്റെ കണ്ണ് പോയത് ആദ്യം അതിലേക്കാണ്. പിന്നെ ഞാൻ പാവല് മേടിച്ച് കൊടുത്തേക്കാന്ന് കരുതി. പിള്ളേരൊരാഗ്രഹം പറഞ്ഞ് നമ്മളിപ്പോൾ സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എൻട്രൻസിൽ തന്നെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 2 പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നില്ല. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അത് അറിയാമെന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ പുസ്തകശാല എന്നും പറഞ്ഞിട്ട് ഒരു സെക്ഷനാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിലൊരു സൈഡിൽ നോക്കുമ്പോൾ ലാലേട്ടൻ, ഒരു സൈഡിൽ നോക്കുമ്പോൾ പ്രേം നസീർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ചിൽഡ്രൻസ് പവിലിയൻ എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയില്ല. മനുവിന് അത്രയും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പോലും അവിടെ നിന്നില്ല. ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തണലിലൊരു സ്ഥലം തപ്പി നടന്നിട്ട് കിട്ടിയില്ല. അവസാനം അവിടെ ഒരു ചെയർ കിട്ടിയിലിരുന്ന് 2 വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മനു തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവസാനം ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ബോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിൽ കയറണം എന്ന് പറഞ്ഞ് നൈസായിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ഞാൻ അരുൺ ഐസ്ക്രീമിൻ്റെ മാംഗോ ഫ്ലേവറാണ് മേടിച്ചത്. അവന് സ്ട്രോബെറി ഫ്ലേവറും മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു അഡാർ സംഭവമായിരുന്നു കേട്ടോ. ഒരു വലിയ ചെയർ അതവർ മേക്ക് ചെയ്ത് തന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് മനുവിന് ഞാനൊരു ബലൂൺ വാങ്ങി കൊടുത്ത്. എല്ലാ ബലൂണും വേണമെന്ന് പറഞ്ഞു. അവസാനം അവിടെ ഇരുന്നൊരു റെഡ് ബലൂൺ മേടിച്ചു കൊടുത്ത് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നപ്പോൾ ബി ബിരിയാണി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദേശാഭിമാനി റോഡിലാണ് കേട്ടോ ഇതുള്ളത്. ഞാൻ ഫസ്റ്റിലാണ് അവിടെ കയറുന്നത്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇത് ഹാഫിന് 95 ഫുള്ളിന് 120 കേട്ടോ. അതിൻ്റെ ആ കൂടെ കിട്ടിയ സലാഡ് ഒന്നും പറയാനില്ല.